കടകൻ തിയേറ്ററുകൾ കിടക്കുമോ? അത് ഞങ്ങൾ പറയേണ്ടതല്ല. അല്ല, നമ്മുടെ സാക്ഷാൽ ലോകേഷ് സാറ് റിലീസ് ചെയ്ത പോസ്റ്റർ പൊടി പാറുന്ന പോസ്റ്ററാണ്. അടി ഇടിയൊരു അങ്ങനത്തെ ഒരു വൈബാണ് നമുക്ക് പോസ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുമല്ലോ, ഇതെന്താ തിയേറ്ററുകൾ വിൽക്കുമോ? ഞങ്ങളിത് തകർക്കണം എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്, കിടക്കണം എന്നുള്ളത് തന്നെ. പിന്നെ ജനങ്ങളാണ് പറയേണ്ടത് അത് ഇത് അടിപൊളിയാണെന്നുള്ളത്. അപ്പം നമ്മളത് ചോദിച്ചാൽ അങ്ങനെയല്ലേ പറയുള്ളൂ. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കണ്ടു സിനിമ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, വളരെ നല്ല വിശ്വാസമുണ്ട്. ഇനി ഓഡിയൻസ് പറയണം, ഓഡിയൻസിനെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ. അതെ. അതുപോലെ ചേട്ടൻ്റെ റോള് നോക്കുകയാണെങ്കിൽ എങ്ങനത്തെ കൈൻഡ് ഓഫ് റോളായിരിക്കും? ഒരു സീരിയസ് ക്യാരക്ടറാണോ, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതിൽ നിന്ന് എങ്ങനെയായിരിക്കും ഇത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്? ഇത് ശരിക്ക് സീരിയസ് ക്യാരക്ടറാണ്. അക്കീമിൻ്റെ വാപ്പയായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതിൽ. ഇതൊരു മാസ് ക്യാരക്ടർ തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ആളൊരു കുടുംബനാഥനാണ്. ഇയാളുടെ അനുഭവം ഞങ്ങൾക്ക് ഇനി മക്കൾക്കൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാനയൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു ചൂണ്ടയിൽ ഇങ്ങനെ പിടിച്ച് നിർത്തി വേണ്ട എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. പക്ഷെ ചില സമയത്ത് ഇയാളുടെ സ്വഭാവം മോന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഇയാൾ ഇറങ്ങാറുണ്ട്. മോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങാറുണ്ട്. അത് 2-3 സീൻ നല്ല ഗംഭീര സീൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്യാത്ത വേഷത്തിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേഷമാണ്. അത് നന്നായിന്ന് കൂടെയുള്ള അക്കീമടക്കം എല്ലാവരും പറയുന്നു. ഇതുവരെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല ചേട്ടൻ. അത്ര പവർഫുൾ ഒരു മാസ് കഥാപാത്രമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാപ്പയുടെ ചെറുപ്പകാലത്തിൽ വാപ്പ എന്തായിരുന്നോ അത് തന്നെയാണ് ഞാനിപ്പോൾ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാപ്പ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് വാപ്പ മകൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ സിനിമയിലുള്ളത്. അശ്വൻ ചേട്ടൻ ഇങ്ങനെ വന്ന് നിന്നാൽ തന്നെ ആ ഒരു സാധനം അതിനകത്തുണ്ട്. ഭയങ്കര രസമായിട്ട് തന്നെയാണ് ആ ഒരു ക്യാരക്ടർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഒരു ചേട്ടൻ്റെ കൂടെ ഫസ്റ്റ് അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നിയില്ലെന്ന് എനിക്കറിയില്ല. തീർച്ചയായും. കാരണം വെച്ചാൽ കുഞ്ഞുനാളിലെ മുതൽ നമ്മൾ കണ്ടു വളരുന്ന ഒരു മുഖമാണല്ലോ. അപ്പം നേരിട്ട് കാണുമ്പോൾ ആ ഒരു പേടിയും ആ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഒരു റെസ്പെക്റ്റോട് കൂടിയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതുണ്ടാവും. അത് ബ്രേക്ക് ചെയ്യാൻ ഫസ്റ്റ് ഡേ തന്നെ ചേട്ടൻ ചേട്ടൻ മനസ്സിലായി. അപ്പോൾ ചേട്ടൻ തന്നെ അതിനകത്ത് മുന്നിട്ടിറങ്ങി കഥകൾ പറഞ്ഞ്, അത് വലിയ കാര്യമാണ്. അപ്പോൾ മാത്രമല്ല, എനിക്ക് അശോകൻ ചേട്ടനിൽ നിന്ന് കിട്ടിയ വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് തന്നെയാണ്. ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും അത് എനിക്ക് ഭയങ്കര ഒരു ഉപ്പ ഫീൽ കിട്ടിയിട്ടുണ്ട്.